ലോക ചാമ്പ്യനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ. ടാറ്റ സ്റ്റീൽ ചെസ് മാസ്റ്റേഴ്സ് ടൂർണമെന്റിലാണ് കൊച്ചു പ്രാഗ് ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഡിങ് ലെറനെ പരാജയപ്പെടുത്തിയത്. വളരെ ഇൻറ്റൻസും ഡീപ്പ് കാൽക്കുലേഷൻസും നിറഞ്ഞ ഗെയിമായിരുന്നു ഇത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ വൈറ്റ് കളിക്കുന്ന ഡിങ് ലെറൻ ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനാണ്. ബ്ലാക്ക് കളിക്കുന്നത് പ്രജ്ഞാനന്ദയാണ്. ഡിങ് ലെറൻ E4 വെച്ച് തുടങ്ങുന്നു. പ്രജ്ഞാനന്ദ E5 കളിക്കുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റൂയി ലോപ്പസ് ഓപ്പണിംഗ് ആണ്. A6 കളിച്ച് ബിഷപ്പിനെ ഓടിക്കുന്നു. ബിഷപ്പ് A4 പോകുന്നു. നൈറ്റ് F6, ഈ പോണിലേക്കാണ് അറ്റാക്ക്. D3 കളിക്കുന്നു. ബിഷപ്പ് C5, കാസിൽ ചെയ്യുന്നു. D5 കളിച്ച് ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ ഓടിച്ചു വിടുന്നു. ബിഷപ്പ് B3 വരുന്നു. D6. ഇനി അടുത്ത ബിഷപ്പിനെ പുറത്തിറക്കി ഇവിടെ G4 വരാനാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. C3 കളിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ക്വയറിലേക്ക് അഡീഷണൽ പ്രൊട്ടക്ഷൻ കൊണ്ടുവരാനും മാത്രമല്ല ബിഷപ്പിനെ വേണമെങ്കിൽ C2 കൊണ്ടുവരാനും കൂടെയാണ്. H6 കളിക്കുന്നു. ഇതിൻ്റെ ഐഡിയ ബിഷപ്പ് G5 തടയാനാണ്. G5 വന്നു കഴിഞ്ഞാൽ ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നതാണ്. റൂക്ക് E1, പ്രജ്ഞാനന്ദ കാസിൽ ചെയ്യുന്നു. നൈറ്റ് BD2, ബിഷപ്പിനെ ഇവിടെ B6 കളിക്കുന്നു. ഇതൊരു ഡീപ്പായിട്ടുള്ളൊരു മൂവാണ്. ഇതിൻ്റെ ഐഡിയ ഈ ബിഷപ്പിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നൈറ്റിനെ ഒന്ന് മാറ്റിയിട്ട് C5 കളിച്ച് മാക്സിമം കൺട്രോള് സെൻറ്ററിൽ കൊണ്ടുവരിക. ഇതാണ് പ്രജ്ഞാനന്ദയുടെ ഐഡിയ. അപ്പോൾ ഡിങ് ലെറനും തൻ്റെ നൈറ്റുകളെ ഇവിടെ മനൂവർ ചെയ്യുകയാണ്. ഇവിടേക്ക് വന്നു, പിന്നെ ഇവിടേക്ക് വന്നു. തക്കമായ അവസരത്തിൽ G3 E3 വന്നിട്ട് നല്ല പവർഫുൾ ആയിട്ട് D5 സ്കോറിലോട്ടൊക്കെ വരാം. ഇതാണ് ഡിങ് ലെറൻ്റെ ഐഡിയ. ഇനി എന്ത് ചെയ്യുന്നു? അപ്പോൾ പ്രജ്ഞാനന്ദ പ്ലാൻ പോലെ നൈറ്റിനെ ഇവിടെ E7 കളിക്കുന്നു. ഇനി ഐഡിയ C5 കളിച്ച് സെൻറ്റർ കൺട്രോൾ ചെയ്യാനാണ്. A4 കളിച്ച് ഈ ഒരു പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. ഇവിടെ റൂക്ക് B8 കളിക്കുന്നു പ്രജ്ഞാനന്ദ. ഇത് കളിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇത് വെച്ച് വെട്ടുമ്പോൾ തിരിച്ച് ഇത് വെച്ച് വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ റൂക്ക് ഇവിടെ വീഴും. അതുകൊണ്ട് റൂക്ക് B8 കളിക്കുന്നു. H3 കളിക്കുന്നു. അപ്പോൾ ഇനി നോ മോർ ഇങ്ങനെ ഒരു ബിഷപ്പ് G4 ത്രെട്ട് ഇല്ല. ബിഷപ്പ് G4 വന്നു കഴിഞ്ഞാൽ ആ സ്ക്വയർ ഈ ഒരു പോൺ വെച്ച് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. നൈറ്റിനെ എന്തായാലും G6 കൊണ്ടുവന്നു. അപ്പോൾ ഡിങ് ലെറൻ ഉദ്ദേശിക്കുന്ന അതേ പ്ലാൻ തന്നെയാണ് ഇവിടെ പ്രജ്ഞാനന്ദ ഉദ്ദേശിക്കുന്നത്. രണ്ട് നൈറ്റുകളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വയർസിലുണ്ട്. നൈറ്റ് G3, C5. അപ്പോൾ പ്രജ്ഞാനന്ദയ്ക്ക് ഇപ്പോൾ നല്ല സെൻട്രൽ സ്പേസും കൺട്രോളും ഉണ്ട്. പക്ഷെ എന്നാലും ഈ പൊസിഷൻ മോറോറസ് ഈക്വലാണ്. കറക്റ്റായിട്ട് രണ്ടുപേരും കളിക്കേണ്ടിയിരിക്കുന്നു. ബിഷപ്പ് E3. ഇതാണ് ഗെയിമിലെ ആദ്യത്തെ ഇന്നാക്യുറസി. ഇവിടെ പ്രജ്ഞാനന്ദ ഈ ഗെയിമിൻ്റെ ഈ ദിശ മാറ്റാൻ വേണ്ടി ഒരു കിടിലൻ ഒരു പോൺ സാക്രിഫൈസ് നടത്തുന്നു. ഇവിടെ പ്രജ്ഞാനന്ദ കളിക്കുന്നത് പോൺ C4 കളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ തിരിച്ചു വെട്ടുമ്പോൾ ഈ ബിഷപ്പ് വെച്ച് എടുക്കുമ്പോൾ ഒരു പോൺ ഇവിടെ നഷ്ടമാവുമല്ലേ. പക്ഷെ പ്രജ്ഞാനന്ദയുടെ പൊസിഷൻ വളരെയധികം ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഇത് ചെയ്യുന്നതോടെ ബ്ലാക്കിൻ്റെ സെൻറ്റർ ഇവിടെ മാക്സിമം ഇവിടെ യൂട്ടിലൈസ് ചെയ്യുകയാണ്. ഇവിടെ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുക ചെയ്യണം. നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയം ഈ പോൺ വെച്ച് ഈ പോണിനെ എടുത്താൽ എന്താ കുഴപ്പം? ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോണത് എന്താണ്? ആദ്യം ചെയ്യാൻ പോണത് ബിഷപ്പ് വെച്ച് ഈ ബിഷപ്പിനെ വെട്ടിയെടുക്കും. പിന്നെ റൂക്ക് വെച്ച് വെട്ടിയെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പോൺ വെച്ച് വെട്ടും. തിരിച്ച് ബിഷപ്പ് വെച്ച് വെട്ടുമ്പോഴോ എന്താണ് പ്രശ്നം? ഈ ഒരു പവർഫുൾ ആയിട്ടുള്ള പോൺ പോവുകയും ചെയ്യും. റൂക്ക് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ ഈ റൂക്ക് വളരെയധികം പവർഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാക്ടിക്കൽ ഷോട്ട് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആവണം. ഈ ഒരു പോൺ സാക്രിഫൈസ് വന്നു കഴിഞ്ഞാലും ഈ റൂക്കിന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോൺ സാക്രിഫൈസ്. എന്തായാലും ഗെയിമിൽ ഇവിടെ ബിഷപ്പ് ഇൻറ്റു B6 കിട്ടുന്നു. അപ്പോൾ ഇപ്പോൾ ക്യൂനിലേക്കാണ് അറ്റാക്ക്. റൂക്ക് ഇൻറ്റു B6 കളിക്കുന്നു. ഇവിടെ ബിഷപ്പ് ഇവിടെ തിരികെ പോകുന്നു. ഇപ്പോഴും ഈ ഒരു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ ബിഷപ്പ് ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പോൺ പോകും. അതാണ് കുഴപ്പം. അതുകൊണ്ട് ബിഷപ്പ് A2 പോകുന്നു. ക്യൂനെ ഇവിടെ C7 കളിക്കുന്നു. അപ്പോൾ അഡീഷണൽ പ്രൊട്ടക്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പോൺ വെച്ച് എടുക്കുന്നു. പോൺ വെച്ച് തിരികെ എടുക്കുന്നു. ബിഷപ്പ് എന്തായാലും തിരികെ പോകുന്നു. ബിഷപ്പ് ഇവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇവിടെ ഡയഗണലൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ബിഷപ്പ് B1 കളിക്കുന്നു. പോൺ വെച്ചെടുക്കുന്നു. ബിഷപ്പ് വെച്ചെടുക്കുന്നു. നൈറ്റിനെ ഇവിടെ F4 കളിക്കുന്നു. അപ്പോൾ ഇത് കളിച്ചതോടെ ഈ ഒരു പോണിനെ ഇവിടെ വെച്ച് എടുക്കാൻ കാരണം ഇവിടെ ക്യൂൻ വെച്ചെടുത്താലും ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാലും ഈ ഒരു നൈറ്റിന് നല്ലൊരു ടെമ്പോയോടെ ഡെവലപ്പ് ചെയ്യാം. ഇത് കളിക്കുന്നതോടെ നൈറ്റ് F4 വന്നിട്ട് നല്ലൊരു സ്ക്വയർ ഈ ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്യണം. ഈ ഒരു സ്ക്വയറിലോട്ടും ഇവിടെ പ്രജ്ഞാനന്ദയുടെ പീസുകളെല്ലാം പോയിന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു നൈറ്റിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നൈറ്റിനെ ഇവിടെ E2 കളിച്ചു. ഇപ്പോൾ ഈ നൈറ്റ് വളരെ പവർഫുള്ളാണ്. ആ നൈറ്റിനെ ഓടിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു പ്രജ്ഞാനന്ദ? ആ ബിഷപ്പിനെ അങ്ങ് വെട്ടിയെടുക്കുന്നു. ക്യൂൻ വെച്ച് തിരികെ വെട്ടുന്നു. ബിഷപ്പ് E6. അപ്പോൾ ഇനി ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. ബിഷപ്പിനെ ഇവിടെ C4 കൊണ്ടുവരിക. ഈ ഒരു ക്യൂവിൻ്റെ ഡയഗണൽ കൺട്രോൾ ചെയ്യുക. മാക്സിമം ലൈറ്റ് സ്ക്വയേഴ്സ് മുഴുവൻ ഇവിടെ പ്രജ്ഞാനന്ദയുടെ കൺട്രോളിലാവും. ഇപ്പോൾ നൈറ്റ് G3 കളിക്കുന്നു. B4.
അപ്പോൾ ഇതിൻ്റെ ഐഡിയ ഈ ഒരു റൂക്കും കൂടെ ഓപ്പൺ ആക്കുക, B2ലേക്ക് വരിക, പോൺ വെച്ചെടുക്കുന്നു. ഇതിന് കാരണം ഇപ്പോൾ ഈ റൂക്കിന് ഒരു ഓപ്പൺ ഫയൽ കിട്ടും ഇവിടെ വൈറ്റിന്. അപ്പോൾ ഇതാണ് ഡിംഗ്ലറിൻ്റെ ഐഡിയ. പക്ഷെ പ്രജ്ഞാനന്ദ വെറുതെ ആ പോണിനെ വെട്ടുന്നു. റൂക്കിനെ എന്തായാലും D1 കൊണ്ടുവന്ന് D1 കളിച്ച് ഈ ക്യൂനും റൂക്കും കൂടെ ഈ പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. റൂക്ക് B6 കളിച്ച് അതിനെ ഡബിൾ ഡിഫെൻഡ് ചെയ്യുന്നു. ക്യൂനെ ഇവിടെ A3 കളിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു പോണിന് ഒരു ഡിഫെൻസായി. അത് മാത്രമല്ല ഈ ഒരു പോണിലേക്ക് ഡബിൾ അറ്റാക്കും ഉണ്ട്. 2 റൂക്കുകളും ഡബിൾ ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇവിടേക്ക് പോയി എടുക്കാനാണ് ഉദ്ദേശം. റൂക്ക് D2, അപ്പോൾ ഒരാൾ അറ്റാക്ക് ചെയ്യും, ഒരാൾ ഡിഫെൻഡ് ചെയ്യും. ഇതാണ് ഈ ഗെയിമിൻ്റെ പ്രത്യേകത. ഇവിടെ പ്രജ്ഞാനന്ദ ഒരു കിടിലൻ മൂവ് കളിക്കുന്നു, നൈറ്റിനെ E8 കളിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പോണ് വളരെ റോക്ക് സോളിഡ് ആണ്. ഇപ്പോൾ ഇനി ഈ റൂക്കുകൾക്കും ക്യൂവിനും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഈ പോണിനെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ആ നൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. കാര്യം ഈ നൈറ്റ് കുറച്ച് പാസീവ് ആണെങ്കിലും ഈ പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നതോടെ ബാക്കി എല്ലാ പീസുകൾക്കും വളരെ ആക്ടിവിറ്റി കിട്ടുകയാണ്. നൈറ്റിനെ H2ലേക്ക് കളിക്കുന്നു. റൂക്കിനെ ഇവിടെ B3 കളിച്ച് ഈ ഒരു ക്യൂനിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കിങ് സൈഡിലേക്കും അറ്റാക്ക് ചെയ്യുകയാണ്. ക്യൂന് A1 പോകുന്നു. ക്യൂനും കൂടെ ഇവിടെ B6 വരുന്നു. അപ്പോൾ ഇനി ഈ പോണിനെ തടുക്കാൻ എന്ത് ചെയ്യും? ഈ റൂക്ക്, ഈ ക്യൂന് എല്ലാം കൂടെ ആ പോണിലേക്കാണ്. ചെയ്യാനൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നൈറ്റിനെ ഇവിടേക്ക് പോകുന്നു. നൈറ്റിന് ഇവിടെ F1 കളിച്ചിട്ട് ഓക്കെ, നൈറ്റ് E3 വന്നിട്ട് ഇവിടേക്കൊക്കെ വന്ന് കുറച്ചുകൂടെ പവർഫുൾ അറ്റാക്ക് ഉണ്ടാക്കാനാണ് നോക്കുന്ന ഡിംഗ്ലറൻ. പക്ഷെ ആ പോൺ വീഴുന്നു. റൂക്ക് വെച്ച് വെട്ടുന്നു, ക്യൂൻ വെച്ച് വെട്ടുന്നു, ക്യൂൻ വെച്ച് ഇവിടെ ഒരു ക്യൂൻ എക്സ്ചേഞ്ച് നടന്ന് ഇങ്ങനെ ഒരു എൻ ഗെയിമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരാൾക്ക് റൂക്കും 2 നൈറ്റും, ഇവിടെ പ്രജ്ഞാനന്ദയ്ക്ക് റൂക്കും ഒരു ബിഷപ്പും ഒരു നൈറ്റും. അവിടെ അത് മാത്രമല്ല ഈ ഒരു പൊസിഷൻ എങ്ങനെയാണ് പ്രജ്ഞാനന്ദ ഗ്രൈൻഡ് ചെയ്യുന്നത് നമുക്കൊക്കെ. ഇപ്പോൾ ഒരു എക്സ്ട്രാ പോൺ ഉണ്ടെങ്കിലും ജയിക്കാൻ അത്ര എളുപ്പമല്ല, കറക്റ്റായിട്ട് കളിക്കണം. നൈറ്റ് E3 കളിക്കുന്നു. അപ്പോൾ ഐഡിയ എന്താണ്? ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള F5 സ്കോറിലോട്ട് വരിക. കാരണം 2 നൈറ്റ് അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. G6 കളിച്ച് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. റൂക്ക് A1. അപ്പോൾ ഇനിയുള്ള ത്രെട്ട് എന്താണ്? റൂക്കിന് ഇവിടേക്ക് വരിക, ഈ ഒരു നൈറ്റിനെ പിൻ ചെയ്യുക, ഇതിനെ നേടാൻ നോക്കുക. പ്രജ്ഞാനന്ദ പക്ഷേ വെറുതെ ബിഷപ്പ് A2 കളിച്ചാൽ റൂക്കിൻ്റെ ഫയലങ്ങ് അടച്ചു കളയണം. മാത്രമല്ല വേണമെങ്കിൽ ഇങ്ങനെ ഫോഴ്സ്ഫുൾ എക്സ്ചേഞ്ചിലേക്കും പോകാം. അപ്പോൾ 2 ഐഡിയ ഉണ്ട്. എന്തായാലും ഡിംഗ്ലറൻ H4 കളിക്കുന്നു. എന്താണ് പ്രജ്ഞാനന്ദ കളിക്കുന്നത് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇവിടെ ഡിംഗ്ലറൻ. H5 കളിച്ചിട്ട് ഫർദർ കൗണ്ടർ പ്ലേസ് ഒക്കെ കളയുകയാണ്. ഇവിടെ ഇത് കളിച്ചില്ലെങ്കിൽ H5 ഇവിടെ ഡിംഗ്ലറൻ കളിക്കും. അതുകൊണ്ടാണ് H5 പ്രജ്ഞാനന്ദ തിരിച്ച് കളിക്കുന്നത്. F3. അപ്പോൾ കിങ്ങിനെ ഇനി ഓടിച്ച് ഇങ്ങനെ വരാനാണ് ഉദ്ദേശം. എന്തായാലും ചെക്ക് കൊടുക്കുന്നു. റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. ഇപ്പോൾ ഒരു ബിഷപ്പ് നൈറ്റ് വേഴ്സസ് 2 നൈറ്റ്. അപ്പോൾ ആര് ജയിക്കും? ഇവിടെയും ഒരു ചെറിയ അഡ്വാൻറ്റേജ് ഇവിടെ ബ്ലാക്കിനുണ്ട്. കാരണം എന്താണ്? ഒരു പോൺ എക്സ്ട്രാ ഉണ്ട് ഇവിടെ. മാത്രമല്ല ഈ D6 പോണൊക്കെ വളരെയധികം കാര്യം ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ്. നൈറ്റ് E2. ബിഷപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇനി ഈ ഒരു ബിഷപ്പ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. അതുകൊണ്ട് ബിഷപ്പിനെ ഇവിടേക്ക് കൊണ്ടുവരികയാണ് പ്രജ്ഞാനന്ദ. കിങ് F2, കിങ് F8, നൈറ്റ് C3 കളിച്ച് ഈ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. പക്ഷെ ഒന്നും പേടിക്കണ്ട, ബിഷപ്പ് B3 വന്നിട്ട് ഈ നല്ല സ്ക്വയറുകളൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഒരു നൈറ്റിനെ ഇവിടെ D5ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ നൈറ്റിന് ഇപ്പോൾ വളരെ പവർഫുൾ ആണ്. സെൻട്രലിലിരിക്കുന്ന നൈറ്റ് എപ്പോഴും പവർഫുൾ ആണ്. ഈ ബിഷപ്പ് ഇവിടേക്ക് പോയാൽ കുറച്ച് പാസീവ് ആവും. പകരം എന്താണ് കളിക്കുന്നത്? ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. F5. അപ്പോൾ വീണ്ടും പൊസിഷൻ ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ഇവിടെ പ്രജ്ഞാനന്ദ. അപ്പോൾ ഇപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 പോൺസ് ഇവിടെ സെൻറ്ററിൽ ഉണ്ടാവും. ഈ 2 പോണുകളെ തൊടാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. F4 ആണ് ഇവിടെ കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവിൻ്റെ ഐഡിയ എന്താണ്? അപ്പോൾ ഇവിടെ ഈ ഒരു പോണിനെ വെറുതെ കൊടുക്കുകയല്ലേ. പക്ഷെ ഗെയിമിൽ കിങ് F7 ആണ് കളിക്കുന്നത്. എന്താണ് ഈ പോണിനെ എടുത്താൽ എന്താ കുഴപ്പം? ഈ പോണിനെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ ഇവിടെ കിങ് ഇവിടെ വന്നിട്ട് ഈ പോണിനെ എന്തായാലും ഇവിടെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഇവിടെ ഈ സ്ക്വയറിലോട്ട് വരാൻ പറ്റില്ല, കാരണം ഈ നൈറ്റ് ഇവിടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഈ പോൺ എന്തായാലും വീഴും. അതുകൊണ്ട് ഫ്രീ പോണൊന്നുമല്ല. അതുകൊണ്ട് ചാടിക്കയറി ഇതിനെ വെട്ടുന്നില്ല പ്രജ്ഞാനന്ദ. കിങ് F7 കളിക്കുന്നു. പോൺ വെച്ചെടുക്കുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു, പോൺ വെച്ച് വെട്ടുന്നു. അപ്പോൾ ഇവിടെ 3 പോണ് വേഴ്സസ് 2 പോണാണ്. പിന്നെ 2 പേർക്ക് ഓരോ നൈറ്റ് ഉണ്ട്. G3. അപ്പോൾ F4 സ്ക്വയർ കൺട്രോൾ ചെയ്യാനാണ്. ഇപ്പോൾ നൈറ്റിലും ഈ ഒരു പോണും കൂടെ ആയിട്ട് 2 കൺട്രോൾ ഉണ്ട്. കിങ് E6, നൈറ്റ് മാറുന്നു, നൈറ്റ് F6, കിങ് E2. നൈറ്റിനെ ഇവിടെ E4 കളിച്ച് ഈ ഒരു പോണിലേക്ക് അറ്റാക്ക് ചെയ്യണം. നൈറ്റ് പോയിട്ട് ഈ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു ഡിംഗ്ലറൻ. F4. അപ്പോൾ മാക്സിമം പോണുകളെ ഒഴിവാക്കാനാണ് ഇവിടെ പ്രജ്ഞാനന്ദ വെക്കുന്നത്. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. കിങ്ങിനെ F3 കളിക്കുന്നു. കിങ് F5, കിങ് G2. അപ്പോൾ ഇവിടെ പോകുന്നതോടെ കിങ്ങിന് ഇങ്ങോട്ടേക്ക് വരാം. ഈ ഒരു പോണും ഭയങ്കര വീക്കായിട്ട് വൾണറബിളായിട്ട് വരുവാണ്. പക്ഷെ നേരെ പോകുന്നില്ല. അതിനു പകരം ഈ നൈറ്റിനെ കുറച്ചും കൂടെ നല്ല സ്ക്വയറിലേക്ക് കൊണ്ടുവരാനാണ് ഇവിടെ പ്രജ്ഞാനന്ദയുടെ ശ്രമം. നൈറ്റിനെ D2 കളിക്കുന്നു.
ഇനി നൈറ്റ് F7 എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് നോക്കാം. നൈറ്റ് C4. ഇനിയാണ് കിങ്ങിനെ ഇവിടെ G4 കൊണ്ടുവരുന്നത്. അപ്പോൾ പതുക്കെ ഇപ്പോൾ ഇത് കളിച്ചില്ലെങ്കിൽ, ഈ ഒരു മൂവ് കളിച്ചില്ലെങ്കിൽ, നൈറ്റ് C4 കളിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ ഈ നൈറ്റിന് ഇവിടേക്ക് വരാം. അപ്പോൾ അത് കുറച്ചുകൂടെ അറ്റാക്ക് ആയിപ്പോൾ. അതുകൊണ്ടാണ് നൈറ്റ് C4 കളിക്കുന്നത്. എന്തായാലും കിങ് G4 കളിക്കണം. ഈ പോണിനെ ഇനി ഡിഫെൻഡ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കിങ് F2 പോകണം, കാരണം ഇവിടേക്ക് പോയി കഴിഞ്ഞാലും ഈ പോൺ എന്തായാലും പോകുന്നതാണ്. കിങ് F2, കിങ് വെച്ചെടുക്കുന്നു പോൺ. കിങ്ങിന് F3 കളിച്ച് ഈ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. കിങ് G5 ഡിഫെൻഡ് ചെയ്യുന്നു. നൈറ്റ് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കാമെന്നല്ലാതെ വേറെ അറ്റാക്കൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ബ്ലാക്ക് കംപ്ലീറ്റ്ലി വിന്നിങ് ആണ്. കിങ് F5, നൈറ്റ് D1 കളിക്കുന്നു. നൈറ്റ് G5 ചെക്ക്. അപ്പോൾ കിങ് പുഷ് ഡൗൺ ചെയ്യുകയാണ് പുറകോട്ട്. H4. അപ്പോൾ ഈ H4ഉം F4ഉം വളരെ പവർഫുൾ ആണ്. ഇനി H3, F3 ചെക്ക്, ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. നൈറ്റ് F2, F3 ചെക്ക്. അപ്പോൾ ഇനി വളരെയധികം ഇവിടെ അറ്റാക്ക്, ഇവിടെ ഈ നൈറ്റിൻ്റെ ഈ രണ്ട് പോണുകൾക്കും പുഷ് ചെയ്യാവുന്നതാണ്. കിങ് മാറുന്നു. കിങ് F4, കിങ് F1. നൈറ്റിനെ ഇവിടെ E4 കളിച്ച് ഈ ഒരു നൈറ്റിനെയും കൂടെ വെച്ച് പവർഫുൾ ആയിട്ടുള്ള ഈ നൈറ്റിനെയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പോണ് ഒരു പാസ് പോണായി പോകും. ഇപ്പോൾ ഈ ഒരു നൈറ്റ് മാത്രമാണ് ഈ ഒരു പാസ് പോൺ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നത്. ഈ പൊസിഷനിൽ ഇവിടെ ഡിംഗ്ലറൻ റിസൈൻ ചെയ്യുകയാണ്. കാരണം എന്താണ്, ഇവിടെ ഈ നൈറ്റ് വെച്ച് ഈ നൈറ്റിനെ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കിങ് വെച്ച് വെട്ടും. കിങ് F2 കളിച്ച് കഴിഞ്ഞാലോ കിങ് F4. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടേക്ക് തന്നെ നിൽക്കണം. കിങ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാലോ H3. അപ്പോൾ ഇനി ഇവിടേക്ക് മാറാം, ഇവിടേക്ക് മാറാം, എവിടെ മാറിക്കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ കിങ് ഇവിടേക്ക് മൂവ് കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? H2 വരും. അപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് ഈ രണ്ട് സ്ക്വയറുകളും ഇവിടെ വൈറ്റിന് ഇവിടെ ഇല്ല. ഇനി ഇവിടേക്ക് മൂവ് ചെയ്താലോ? ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ F2. അപ്പോൾ ഈ സ്ക്വയറിലേക്ക് വരാൻ പറ്റില്ല, ഈ സ്ക്വയറിലേക്കും വരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇവിടെയും ക്യൂനാവുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ പ്രശ്നമാണ്. കിങ് H2 വരുമ്പോൾ ഇവിടെ എന്ത് കളിക്കും? ഇപ്പോൾ ഇവിടെ ക്യൂനാക്കി കഴിഞ്ഞാൽ കുറച്ച് പണിയാവും. അവിടെ ഒരു സ്റ്റീൽമേറ്റ്. അപ്പോൾ വളരെ കെയർഫുൾ ആവണം. പക്ഷേ പതുക്കെ കളിക്കാവുന്നേ ഉള്ളൂ. കിങ് G4, കിങ് H1 മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള F1 ക്യൂനുണ്ട്. അപ്പോൾ ഇനി കിങ് H2 കളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മെയ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ കോംപ്ലിക്കേഷൻ എല്ലാം ഉള്ളത് കൊണ്ടാണ് ആ ഒരു മൂവിന് ശേഷം, ആ ഒരു നൈറ്റ് മൂവിന് ശേഷം ഇവിടെ ഡിംഗ്ലറൻ റിസൈൻ ചെയ്യണം. ഇവിടെ ചെക്കൊന്നും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ നൈറ്റ് E3 ചെക്കൊക്കെ നോക്കാം. പക്ഷേ വെറുതെ കിങ് E3 വരും. ഈ നൈറ്റിനെ ഓടിച്ചു വിടും. ഈ നൈറ്റ് എവിടെ പോകും ഇനി? ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നൈറ്റ് ഇവിടെ നിന്ന് മാറിപ്പോയെന്ന് നോക്കാം. ഇവിടെ പോയി കഴിഞ്ഞാലോ? ഇവിടെ മാറിപ്പോയി കഴിഞ്ഞാൽ ആദ്യം F2 വരും. ഇനി ഇപ്പോഴത്തെ പ്രശ്നം ഈ സ്ക്വയർ കൺട്രോൾഡാണ്. അപ്പോൾ ഇനി ഈ പോണിനെ പിടിക്കാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ H3 ചെക്ക് വരും. ഇതിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ക്യൂനാക്കും. അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഇവിടേക്ക് വരാമെന്നുള്ള മാത്രമേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ നൈറ്റ് D2 ചെക്ക് മേറ്റ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെക്ക് മേറ്റ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഗെയിം എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വിജയത്തോടെ ഇവിടെ പ്രജ്ഞാനന്ദ ഇന്ത്യ നമ്പർ 1 സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ലൈവ് റേറ്റിംഗിൽ. പ്രജ്ഞാനന്ദ തകർപ്പൻ ഫോമിലാണ്. നല്ലൊരു സൂപ്പർ ടൂർണമെൻറ്റ് പ്രജ്ഞാനന്ദയ്ക്ക് ആശംസിക്കുന്നു. ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.